നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 9 വർഷം കൊണ്ട് സംസ്ഥാനത്ത് ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനശേഷിയിൽ 2046 മെഗാവാട്ടിന്റെ വർധനയുണ്ടാക്കാൻ കഴിഞ്ഞെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കേരളത്തിന്റെ വരദാനമായ ഊർജ്ജ ലഭ്യത പരമാവധി പ്രയോജനപ്പെടുത്താനാകണമെന്നും മന്ത്രി. ചികിത്സാ പിഴവ് മൂലം കുട്ടിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിൽ പ്രതിക്കൂട്ടിലായ ആരോഗ്യവകുപ്പിനെ സംരക്ഷിച്ച് മെഡിക്കൽ കമ്മീഷൻ റിപ്പോർട്ട്. കയ്യിലെ മുറിവുകളെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമില്ല. പല്ലശ്ശന സ്വദേശിയായ കുട്ടിയെ പരിശോധിച്ച ഡോക്ടർമാർക്ക് സംരക്ഷണമൊരുക്കി KGMOയും രംഗത്ത്. സംഭവത്തിൽ CPM ഇതര രാഷ്ട്രീയ പാർട്ടികൾ സമരപാതയിൽ. പാലപ്പിള്ളി നടാമ്പാടത്ത് കാട്ടാനയുടെ ജഡം. പിടിയാനയുടെ ജഡം കണ്ടെത്തിയത് സ്വകാര്യ പറമ്പിൽ. ജല്ലുവായിൽ ജനവാസ മേഖലയിൽ നിന്നും പടുകൂറ്റൻ മലമ്പാമ്പിനെ പിടികൂടി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 9 വർഷം കൊണ്ട് സംസ്ഥാനത്ത് ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദന ശേഷിയിൽ 2046.16 മെഗാവാട്ടിൻ്റെ വർധനവുണ്ടാക്കാൻ സാധിച്ചതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. അഗളി കോട്ടത്തറയിൽ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ഗവൺമെൻറ് ആടുവളർത്തൽ കേന്ദ്രത്തിൽ സ്ഥാപിച്ച 450 കിലോ വാട്ട്സ് പവർ സൗരോർജ്ജ നിലയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രകൃതിദത്തവും പാരമ്പര്യേതരവുമായ സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്തി തദ്ദേശീയമായി വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നതിന് വിവിധ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചു വരുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ജലവൈദ്യുത പദ്ധതികളിലെ ഉൽപ്പാദനശേഷിയുള്ള ജലം പുനരുപയോഗിച്ച് വീണ്ടും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കും. കേരളത്തിൽ 600 മെഗാവാട്ടിൽ കൂടുതൽ പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികൾ സാധ്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഞാനുണ്ടാകുമ്പോൾ അട്ടപ്പാടി ഏരിയയിൽ പ്രശ്നം ഉണ്ടാക്കി തമിഴ്നാട് മുഖ്യമന്ത്രി ഇവിടെ വന്ന് ചർച്ച ചെയ്ത് സമ്മതിച്ചതാണ്. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരോട് സമ്മർദ്ദം ചെലുത്തണം എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായം. ഉപരിയായിട്ട് നമുക്ക് വലിയ സാധ്യതയുള്ള സ്ഥലമാണ് നമ്മുടെ രാജ്യം. കരിമണലുണ്ട്. കരിമണലിൽ ഇപ്പോൾ കൽപ്പക്കത്ത് സക്സസ് ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ തോറിയത്തിൽ ഉൽപ്പാദനം 1 ഉറുപ്പി താഴെ ഉൽപ്പാദന ചെലവ് വരുള്ളൂ. അതിലാണെങ്കിൽ തോറിയത്തിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അണുശക്തിയെ പോലെ വേസ്റ്റ് വരില്ല, തോറിയത്തിൽ വേസ്റ്റ് വരില്ല. ജില്ലാ പഞ്ചായത്തിന്റെ തനത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2,41,17,430 രൂപ ചെലവിലാണ് സൗരോർജ്ജ നിലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ, അഗളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PC നീതു, A ഷാബിറ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ M പത്മിനി, പ്രീത മോഹൻദാസ്, V രജനി, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി M രാമൻകുട്ടി, KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CP സ്മിത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചികിത്സാ പിഴവ് മൂലം കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ പ്രതിക്കൂട്ടിലായ ആരോഗ്യവകുപ്പിനെ സംരക്ഷിച്ച് മെഡിക്കൽ കമ്മീഷൻ റിപ്പോർട്ടിൽ കൈയിലെ മുറിവുകളെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. കുട്ടിയെ പരിശോധിച്ച ഡോക്ടർമാർക്ക് സംരക്ഷണമൊരുക്കി കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസ് അസോസിയേഷനും രംഗത്ത്. കുട്ടിയുടെ കൈയിലെ മുറിവുകൾ പരിശോധിച്ചില്ലെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് ബന്ധുക്കൾ. സെപ്റ്റംബർ 24-ന് കളിക്കുന്നതിനിടെ വലതുകൈയിലെ എല്ലുകൾ പൊട്ടിയ പല്ലശ്ശന ഒഴുവുപാറ വിനോദിൻ്റെയും പ്രസീതയുടെയും മകൾ വിനോദിനിയുടെ കൈയാണ് ചികിത്സാ പിഴവ് മൂലം മുറിച്ചു മാറ്റേണ്ടി വന്നത്. പഴുപ്പ് ബാധിച്ചതുമൂലം കൈ മുറിച്ച് മാറ്റപ്പെട്ട വിനോദിനി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. വിനോദിനിയുടെ കൈ പൊട്ടി ചോര വാർന്നിരുന്നെന്നും ഇത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ പരിശോധിച്ചില്ലെന്നും കുടുംബം ആവർത്തിക്കുമ്പോഴാണ് മുറിവിനെക്കുറിച്ച് പരാമർശമില്ലാതെ മെഡിക്കൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. DMO നിയോഗിച്ച അന്വേഷണ സംഘത്തിന് പുറമെ പാലക്കാട് മെഡിക്കൽ കോളേജിലെയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരും നടത്തിയ അന്വേഷണവും ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചില്ലെന്ന തരത്തിലാണ് റിപ്പോർട്ട് നൽകിയത്. വിനോദിനിയുടെ കയ്യിലെ മുറിവുകളെക്കുറിച്ച് പരാമർശമില്ലാത്ത റിപ്പോർട്ടുകളുടെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടുകയാണ്. വിനോദിനിയുടെ ജീവൻ നഷ്ടമാകുമെന്ന സ്ഥിതി വന്നപ്പോഴാണ് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നതെന്ന വിശദീകരണമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്നത്. ഈ സാഹചര്യം എങ്ങനെയുണ്ടായി എന്നതും അന്വേഷണ റിപ്പോർട്ടുകളിൽ ഇല്ല. നിരന്തരം വീഴ്ചകൾ സംഭവിച്ച് പ്രതിക്കൂട്ടിലാവുന്ന ആരോഗ്യവകുപ്പിനെ സംരക്ഷിക്കാനെന്ന തരത്തിൽ അപൂർവമായി സംഭവിക്കുന്ന ചികിത്സാ സങ്കീർണത എന്ന വാദവുമായാണ് KGMOയെ രംഗത്ത് വന്നിരിക്കുന്നത്. കൈമുറിക്കപ്പെട്ട 9 വയസ്സുകാരി വിനോദിനിയുടെ തുടർ പഠനവും ഭാവി ജീവിതവും പരിഗണിക്കാതിരിക്കുന്നതും പ്രതിഷേധം ശക്തമാകാൻ കാരണമാകും. ചികിത്സാ പിഴവ് മൂലം വിനോദിനിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിൽ CPM ഒഴികെ കോൺഗ്രസ്, BJP, യൂത്ത് ലീഗ്, വെൽഫെയർ പാർട്ടി തുടങ്ങിയവർ
സമരപാതയിലാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിന്റെ വരദാനമായ ഊർജ്ജ ലഭ്യത പ്രയോജനപ്പെടുത്താനാകണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വിഷൻ 2031 ഊർജ്ജ വകുപ്പ് വികസന സെമിനാറിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം പാലക്കാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 200 കൊല്ലത്തോളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകുന്ന തോറിയം നിക്ഷേപം കേരളത്തിലുണ്ട്. ജലം ഉൾപ്പെടെ ലഭ്യമായ എല്ലാ ഊർജ്ജ വിഭവങ്ങളും എങ്ങനെ പ്രയോജനപ്പെടുത്താനാകുമെന്ന് സെമിനാറിൽ വിശദമായി ചർച്ച ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു. അതേപോലെ കേന്ദ്ര ഗവൺമെന്റ് പുതിയ നയപരമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ട് അതിന് പ്രായോഗികമാണ്. ഇവിടെ ഉൽപ്പാദന മേഖലയിൽ പ്രത്യേകിച്ച് ഹൈഡ്രോ പ്രോജക്റ്റുകൾക്ക് ഏറ്റവും സാധ്യതയുള്ള തലത്തിൽക്കായിട്ട് അത് ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ചെയ്യുന്നതാണ്. ഒക്ടോബർ 24 മലമ്പുഴ KPM ട്രൈപ്പൻഡ ഹോട്ടലിലാണ് വികസന സെമിനാർ നടക്കുന്നത്. സംഘാടക സമിതി മുഖ്യ രക്ഷാധികാരി വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്, ജില്ലയിലെ MP-മാർ, MLA-മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ രക്ഷാധികാരികളും ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജനറൽ കൺവീനറും KSEB സ്വതന്ത്ര ഡയറക്ടർ, ജില്ലാ കളക്ടർ എന്നിവർ കൺവീനർമാരുമായി സംഘാടക സമിതി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലാപ്പിള്ളി നടാമ്പാടത്ത് കാട്ടാനയുടെ ജഡം കണ്ടെത്തി. നാടാപ്പാടം ചെമ്പൻകോട് വേണാട് ചിന്നമ്മയുടെ പറമ്പിലാണ് പിടിയാനയുടെ ജഡം കണ്ടെത്തിയത്. രാത്രി പട്രോളിങ്ങിനെത്തിയ വനപാലകരാണ് ആനയുടെ ജഡം കണ്ടെത്തിയത്. ജഡത്തിന് ഏകദേശം 4 ദിവസത്തെ പഴക്കമുണ്ട്. ആന ചെരിഞ്ഞതിന്റെ കാരണം വ്യക്തമല്ല. പാലപ്പിള്ളിയിൽ നിന്ന് വനപാലകരെത്തി പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ അറിയുകയുള്ളൂവെന്ന് വനപാലകർ അറിയിച്ചു. ജനവാസ മേഖലയായ ഈ പ്രദേശത്ത് മാസങ്ങളായി കാട്ടാന ശല്യം രൂക്ഷമാണ്. വനാതിർത്തികളിലെ സോളാർ വേലി തകർത്താണ് കാട്ടാനകൾ മേഖലയിൽ എത്തുന്നത്. ആനക്കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടുപോയ ആനയാകാം ഇതെന്നാണ് കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. എരുമപ്പെട്ടി നെല്ലുവായിൽ ജനവാസ മേഖലയിൽ നിന്ന് 2.5 മീറ്ററോളം നീളം വരുന്ന മലമ്പാമ്പിനെ പിടികൂടി. മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിന് പിറകുവശം താമസിക്കുന്ന മങ്ങാട്ടിൽ പറമ്പിൽ നിന്നാണ് കഴിഞ്ഞ രാത്രി പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ കണ്ട വീട്ടുകാർ ഭയചകിതരായി ഉടൻ തന്നെ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരിൽ ചിലർ എരുമപ്പെട്ടി പഴവൂർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരം നൽകി. ഫോറസ്റ്റ് അധികൃതർ പാമ്പ് പിടുത്തത്തിൽ വിദഗ്ധനായ അഷ്റഫിനെയും കൂട്ടി വേഗം തന്നെ സ്ഥലത്തെത്തി. ഏറെ പ്രയാസപ്പെടാതെ പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി ഉൾവനത്തിൽ തുറന്നുവിട്ടു. അടുത്തിടെയായി ജനവാസ മേഖലയിൽ മലമ്പാമ്പുകളുടെ ശല്യം രൂക്ഷമാവുകയാണ്. തണുപ്പുകൂടിയ കാലാവസ്ഥയിലും മറ്റും ഇര തേടിയാണ് പാമ്പുകൾ നാട്ടിലിറങ്ങുന്നത്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അന്തർദേശീയ അധ്യാപക ദിനത്തിൽ അൽ ഹാക്കിമി ബിരുദം നേടിയതിൻ്റെ സന്തോഷത്തിലാണ് 59 വയസ്സുള്ള റിട്ടയർഡ് അധ്യാപകൻ ഉമ്മർ അൽ ഹാക്കിമി. പിതാവിൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഇതോടെ സഫലമായത്. നിരവധി ജീവിത സാഹചര്യങ്ങൾ താണ്ടിയാണ് അൽ ഹാക്കിമി ബിരുദം ഈ 59-കാരനെ തേടിയെത്തിയത്. മുള്ളൂർക്കര കുറുപ്പത്ത് വളപ്പിൽ കർഷകനും പരേതനുമായ മൊയ്തു ഖദീജ ദമ്പതികളുടെ 7 മക്കളിൽ 4 ആൺമക്കളിൽ ഇളയതാണ് ഉമ്മർ. ഇല്ലായ്മയിൽ നിന്ന് പോരാടിയാണ് വിദ്യാഭ്യാസം നിർവഹിച്ചത്. പിതാവിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഖുർആൻ ബിരുദം നേടുക. അതിൻ്റെ ഭാഗമായി 13ാമത്തെ വയസ്സിൽ മുള്ളൂർക്കര സ്വദേശിയായ MC പൂക്കോയ തങ്ങൾ മുല്ലക്കര പള്ളിയിൽ പ്രധാന ആളായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സമ്മതത്തോടെ ഖുർആൻ ദർസ് പഠനത്തിന് ചേരുകയായിരുന്നു. തുടർന്ന് 7 വർഷത്തോളം വിവിധ പള്ളി ദർസുകളിൽ മദ്രസ ജോലിയോടൊപ്പം പഠനം തുടർന്നു. ഇതിനിടയിൽ SSLC പ്രീ ഡിഗ്രി പ്രൈവറ്റായി പരീക്ഷ എഴുതി പാസ്സായി. പിന്നീട് ചേന്ദമംഗലൂർ സുന്നിയ കോളേജിൽ 3 വർഷം പഠിച്ച് അഫ്സൽ ഉലുമയും പാസ്സായി. ഏതാനും മാസങ്ങൾ നന്ദി ദാറുസ്സലാമിൽ പഠിച്ചെങ്കിലും ജീവിത സാഹചര്യം പ്രതികൂലമായിരുന്നു. കഠിനാധ്വാനവും വാർദ്ധക്യവും അവശതയാക്കിയ പിതാവിൻ്റെ ബുദ്ധിമുട്ട് കണ്ടതോടെ പിതാവിൻ്റെ അനുഗ്രഹം വാങ്ങി ഒമാനിലേക്ക് ജോലിക്ക് പോയി. 9 വർഷം
ഒമാൻ ജീവിതത്തിലെ ബുദ്ധിമുട്ടിലും പഠിച്ച് വലിയൊരാളാവുക എന്ന ഉദ്ദേശത്തോടെ PSC പരീക്ഷ എഴുതി. ദൈവാനുഗ്രഹത്താൽ സർക്കാർ സർവീസിൽ അറബിക് അധ്യാപകനായി ജോലി ലഭിച്ചു. 45-ാമത്തെ വയസ്സിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ആധുനിക അറബി സാഹിത്യത്തിൽ MAയും 48-ാം വയസ്സിൽ സെറ്റും പാസ്സായി. വിവിധ സർക്കാർ വിദ്യാലയങ്ങളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്നതോടൊപ്പം SCERT നേതൃത്വത്തിൽ സ്കൂൾ പാഠപുസ്തക പരിഷ്കരണ സമിതി അംഗം, സംസ്ഥാന സ്കൂൾ കലോത്സവം, ശാസ്ത്രമേള എന്നിവയിൽ കൺവീനർ, അധ്യാപക പരിശീലന കോർ ഗ്രൂപ്പ് അംഗം, സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് പരിഷ്കരിച്ച പാഠപുസ്തക ശില്പശാലയിലെ റിസോഴ്സ് പേഴ്സൺ എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സർവീസിൽ കയറിയതിനു ശേഷം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മോഡേൺ അറബിയിൽ MA ബിരുദം നേടിയിരുന്നു. സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതത്തിനിടയിൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴാണ് പിതാവിൻ്റെ വലിയ ആഗ്രഹം നിറവേറ്റിയില്ല എന്ന ഓർമ്മ വരുന്നത്. ഇതിനെ തുടർന്നാണ് ജാമി അനുരിയ റാങ്ക് ജേതാവ് നജ്മു സാദത്ത്, നസീമുദ്ദീൻ തങ്ങൾ ബാഹവി, ബാഗിയാത്ത് റാഗ് ജേതാവ് നസീർ ബാഹവി, അൽ അബ്രാറി എന്നീ അധ്യാപകരുടെ കീഴിൽ 2 വർഷം പഠിക്കുകയും കൊല്ലം അമ്പലംകുന്ന് മർക്കസ് അൽ നൂർ അൽ ഇസ്ലാമിയിൽ നിന്ന് താഹാസദിയിൽ നിന്നുമാണ് അൽ ഹാക്കിമി ബിരുദം നേടിയത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പണ്ഡിതർ, നാട്ടുകാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ വെച്ച് സനദ് സർട്ടിഫിക്കറ്റ് നൽകി. സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ്, മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി, കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് ജില്ലാ സെക്രട്ടറി, മുള്ളൂർക്കര മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. മുംതാസ് PU ഭാര്യയും UAEയിൽ ജോലി ചെയ്യുന്ന റബീഹ് മകനും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ M.Pharm ഫൈനൽ വിദ്യാർത്ഥി റവീസ മകളുമാണ്. കുട്ടിക്കാലത്ത് പഠിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ സാമ്പത്തികമായ സാഹചര്യം തികച്ചും പ്രതികൂലമായിരുന്നു. കാരണം ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചപ്പോൾ ധാരാളം അംഗങ്ങളുള്ള, പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ളൊരു കുടുംബം. അപ്പോൾ ആ കുടുംബത്തിൽ നിന്നുകൊണ്ട് അന്ന് പഠിക്കുക എന്നുള്ളത് ഒരു പ്രയാസം ഉണ്ടാക്കുന്നതായിരുന്നു. എങ്കിലും പോലും പിതാവിന് വലിയൊരു ആഗ്രഹമായിരുന്നു മതരംഗത്ത് ഒരു മതപണ്ഡിതനാവുക, മതരംഗത്ത് അംഗീകരിക്കപ്പെടുന്ന ഒരു ബിരുദം വാങ്ങുക എന്നുള്ളത്. ഏതായാലും ഈ 59-ാമത്തെ വയസ്സ് 56-ാമത്തെ വയസ്സിൽ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചു. അതിങ്ങനെ വിരമിച്ചതിന് ശേഷം പിന്നീട് കഴിഞ്ഞ 2 വർഷമായി പഠനത്തിലായിരുന്നു. ട്രഡീഷണൽ ദർസുകളിൽ നിന്ന് പഠിക്കുന്ന ബിരുദം നൽകുന്ന ആ ഫൈസി, ദാരിമി, ബാക്കവി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ബിരുദം കഴിഞ്ഞ 2 വർഷമായി അതിൻ്റെ പഠനത്തിലായിരുന്നു. ട്രഡീഷണൽ കിതാബുകൾ തന്നെയാണ് അതിൽ പഠിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ കഴിഞ്ഞ 2 വർഷമായി കിതാബുകൾ പഠിക്കുകയും അതിന് നോട്ട്സ് തയ്യാറൊക്കെ ചെയ്തു. ഇപ്പോൾ അൽഹംദുലില്ലാ ഈ 59-ാമത്തെ വയസ്സിൽ അൽ ഹാക്കിമി എന്ന ഒരു ബിരുദം, മതബിരുദം കൂടി നേടാൻ സാധിച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട്. പിതാവിൻ്റെ വളരെ കാലമായുള്ള, എൻ്റെ കുട്ടിക്കാലത്ത് പിതാവ് ആഗ്രഹിച്ചിരുന്ന ആഗ്രഹം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള ടൗൺ ഹാൾ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. നിലവിലെ ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ ഉദ്ഘാടനം ചെയ്യാനാണ് നീക്കം. നഗരസഭയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് 60% നിർമ്മാണ പ്രവൃത്തികളും പൂർത്തീകരിച്ചിട്ടുള്ളത്. അവസാനഘട്ട പ്രവൃത്തികൾക്കായി MLA ഫണ്ടിൽ നിന്നും 2 കോടി രൂപയാണ് ടൗൺ ഹാളിനായി അനുവദിച്ചിരിക്കുന്നത്. ഈ തുക വിനിയോഗിച്ചാണ് ടൗൺ ഹാളിലെ ഇൻറ്റീരിയർ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ജോലികൾ പൂർത്തീകരിക്കുന്നത്. ടൗൺ ഹാൾ തുറന്നു നൽകിയാൽ കുറഞ്ഞ തുകയ്ക്ക് കല്യാണം, സംഘടനാ പരിപാടികൾ, മറ്റ് ആഘോഷ പരിപാടികൾ എന്നിവയ്ക്ക് വാടകയ്ക്ക് നൽകാനാകും. 2015-ൽ അന്നത്തെ ഭരണസമിതിയാണ് ഷൊർണൂരിൽ ടൗൺ ഹാൾ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. പ്രാരംഭ നടപടികൾ ആരംഭിച്ചെങ്കിലും പിന്നീട് പദ്ധതി സാങ്കേതിക കാരണങ്ങളാൽ നിന്നുപോവുകയായിരുന്നു. അതിനുശേഷം വന്ന പുതിയ ഭരണസമിതിയാണ് ടൗൺ ഹാളിൻ്റെ നിർമ്മാണം വീണ്ടും പുനരാരംഭിച്ചത്. ഷൊർണൂർ നഗരസഭയുടെ ടൗൺ ഹാളിൻ്റെ പ്രവർത്തനം പദ്ധതി അത് നടന്നു വരികയാണ്. അതിൻ്റെ എയർ കണ്ടീഷനും അതുപോലെ തന്നെ ഇന്റീരിയർ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഈ മാസം പൂർത്തിയാകും. നാടിന് തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വളരെ ദ്രുതഗതിയിലാണ് ടൗൺ ഹാളിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് സീറ്റ് തയ്യാറാക്കലും അങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്യാറ്. പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് അടുത്ത മാസത്തിൽ ടൗൺ ഹാളിന്റെ ഉദ്ഘാടനം നടത്താനാണ് നഗരസഭാ ഭരണസമിതി ഒരുങ്ങുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പണി പൂർത്തീകരിക്കും മുമ്പേ കോട്ടായി അയ്യംകുളത്തിൽ ചണ്ടി നിറഞ്ഞു. ചണ്ടി നീക്കാൻ ഉടനടി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം ശക്തം. 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുളം നവീകരണ പ്രവർത്തനങ്ങൾ. നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിക്കും മുമ്പേ കുളത്തിൽ ചണ്ടി പടർന്നത് കരാറുകാരെയും നാട്ടുകാരെയും ഒരുപോലെ പ്രയാസത്തിലാക്കി. കോട്ടായി പഞ്ചായത്തിലെ ഏറ്റവും വിസ്തൃതമായ പൊതുകുളമായ അയ്യംകുളത്തിലാണ് ചണ്ടി പടർന്നത്. മൈനർ ഇറിഗേഷന്റെ 35 ലക്ഷം ചെലവഴിച്ച് കുളം നവീകരണ പ്രവൃത്തികൾ നടന്നുവരികയാണ്.
പൂർണ്ണമായും ചണ്ടി നിറഞ്ഞ് ഉപയോഗശൂന്യമായ കുളം നവീകരണ പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പ് ചണ്ടി നീക്കിയിരുന്നു. എന്നാൽ പൂർത്തീകരിക്കും മുമ്പേ കുളത്തിൽ വീണ്ടും ചണ്ടി നിറഞ്ഞിരിക്കുകയാണ്. ചണ്ടി നീക്കാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ 9 വർഷം കൊണ്ട് സംസ്ഥാനത്ത് ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദന ശേഷിയിൽ 2046 മെഗാവാട്ടിന്റെ വർധനയുണ്ടാക്കാൻ കഴിഞ്ഞെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കേരളത്തിന്റെ വരദാനമായ ഊർജ്ജ ലഭ്യത പരമാവധി പ്രയോജനപ്പെടുത്താനാകണമെന്നും മന്ത്രി. ചികിത്സാ പിഴവ് മൂലം കുട്ടിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിൽ പ്രതിക്കൂട്ടിലായ ആരോഗ്യവകുപ്പിനെ സംരക്ഷിച്ച് മെഡിക്കൽ കമ്മീഷൻ റിപ്പോർട്ട്. കയ്യിലെ മുറിവുകളെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമില്ല. പല്ലശ്ശന സ്വദേശിയായ കുട്ടിയെ പരിശോധിച്ച ഡോക്ടർമാർക്ക് സംരക്ഷണമൊരുക്കി KGMOയും രംഗത്ത്. സംഭവത്തിൽ CPM ഇതര രാഷ്ട്രീയ പാർട്ടികൾ സമരപാതയിൽ. പാലപ്പിള്ളി നടാമ്പാടത്ത് കാട്ടാനയുടെ ജഡം. പിടിയാനയുടെ ജഡം കണ്ടെത്തിയത് സ്വകാര്യ പറമ്പിൽ. ജല്ലുവായിൽ ജനവാസ മേഖലയിൽ നിന്നും പടുകൂറ്റൻ മലമ്പാമ്പിനെ പിടികൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.